ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നമുക്കിന്ന് വളരെ സ്വാദിഷ്ടവും എന്നാൽ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന എള്ളുണ്ട എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. ആദ്യം നമ്മൾ 1 കപ്പ് എള്ളെടുക്കുക. എള്ള് ഞാനിവിടെ എടുത്തിരിക്കുന്ന 1 കപ്പാണ്. അതേ അളവിൽ തന്നെ ശർക്കര എടുക്കുക. പിന്നെ ശകലം ഏലക്ക പൊടിച്ചതാണിത്. പിന്നെ ശകലം നെയ്യും വേണം. ഇത്രയും മതി. ഈ 4 ഇൻഗ്രീഡിയൻസും മതിയാവും. പിന്നെ ആദ്യം തന്നെ നമ്മൾ എള്ള് ചൂടായ പാനിലിട്ട് നന്നായിട്ട് വറുത്തെടുക്കണം. അത് വറക്കുമ്പം ഒരു കാര്യം ശ്രദ്ധിക്കണം, അത് ഒത്തിരി മൂത്ത് പോകരുത്. അതായത് എള്ള് ഇങ്ങനെ പൊട്ടി വരത്തില്ലേ, അത്ര മൂക്കണ്ട. ജസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് ചൂടായാൽ മാത്രം മതി. എള്ളിടുമ്പോഴേ അങ്ങ് പൊട്ടാൻ തുടങ്ങും. എങ്കിൽ അതൊന്ന് ശ്രദ്ധിച്ച് വേണം അതൊന്ന് ഇതാക്കാം. കൂടുതൽ ഒത്തിരി ഇട്ടങ്ങ് മൂപ്പിക്കാൻ പാടില്ല. എള്ള് മൂപ്പിച്ച് കഴിഞ്ഞാൽ ഒരു നല്ല മൂത്ത് പോയി കഴിഞ്ഞാൽ ഒരു ചുവ വരും. എന്താ പറയണ്ടേ, ഒരു കരിഞ്ഞൊരു ചുവ വരും. കരിഞ്ഞവല്ല, വേറൊരു ചുവ വരും അതിന്. നമുക്ക് എള്ളുണ്ടയുടെ ആ ഒരു ടേസ്റ്റ് പോകും. അതുകൊണ്ട് അധികം മൂക്കാതിരിക്കാൻ നോക്കണം. നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കുക. പാനിലിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കണം. നന്നായിട്ട് ചൂടായി കഴിഞ്ഞു. നമുക്ക് അടുത്തത് എന്താണ്, ശർക്കര നമുക്ക് പാനിയാക്കി എടുക്കാം. ശർക്കര പാനിയാക്കാൻ ശകലം വെള്ളത്തിൽ ശർക്കര ഇട്ട് നമുക്കതൊന്ന് ശർക്കര പാനിയാക്കി എടുക്കണം. ശർക്കര പാനിയായിട്ടുണ്ട്. നമുക്കിനി അതൊന്ന് അതിൻ്റെ മട്ടും ഇതുമെല്ലാം കളഞ്ഞ് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. അല്ലെങ്കിൽ അരിച്ചെടുത്തില്ലെങ്കിൽ ആ ശർക്കരയ്ക്കകത്ത് കല്ലുകളും അഴുക്കുകളൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് ഈ എള്ളുണ്ട ഉണ്ടാക്കുമ്പോൾ അതിനകത്ത് വന്നാൽ നമുക്ക് ആ എള്ളുണ്ട കഴിക്കുമ്പോൾ അതിൻ്റെ ആ കല്ലൊക്കെ കടിക്കും. അതുകൊണ്ട് നമ്മൾ നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. അത് കഴിഞ്ഞൊരു ചൂടായ പാനിലോട്ട് ഈ ശർക്കര പാനി ഒഴിക്കണം. ഒഴിച്ച് അതൊന്ന് നന്നായിട്ടൊന്ന് നമ്മൾ വറ്റിച്ചെടുക്കണം. ഒരുമാതിരി കുറുകി വരണം. ശർക്കര പാനി നന്നായിട്ടൊന്ന് കുറുകി വരണം. ഇതിപ്പം നന്നായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ശർക്കര കുറുകി നമ്മളിനി അതിനകത്തോട്ട് ആ വറുത്ത് വെച്ച എള്ള് നമ്മൾ ആ ശർക്കര പാനിയിലോട്ട് ഇട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കണം. നല്ലതുപോലെ ഇളക്കി അതൊന്ന് ചൂടായി ഒന്ന് കുറുകുന്നവരെ, ഒത്തിരി കുറുകി വരാനായിട്ട് നോക്കി നിൽക്കരുത്. കാര്യം ഒത്തിരി കുറുകി കഴിഞ്ഞാൽ പിന്നെ നമുക്കത് ഉരുട്ടിയെടുക്കാനായിട്ട് ഭയങ്കര പാടായിരിക്കും. കാര്യം അത് ചെറിയ ചൂടിൽ തന്നെ അതെന്ത് ചെയ്യണം, ആ എള്ളുണ്ട ഉരുട്ടിയെടുക്കണം. ഇല്ലെങ്കിൽ അത് കട്ടയായിപ്പോവും. പിന്നെ നമുക്ക് ഉരുട്ടാൻ പറ്റില്ല. അതുകൊണ്ട് ഇതാ എള്ളിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി ഒന്ന് കുറുകണം. ഒത്തിരി കുറുകി പോകരുത്. എന്നിട്ടൊന്ന് കുറുകി കഴിയുമ്പോഴത്തേക്ക് അതിനകത്തോട്ട് നമ്മൾ ആ പൊടിച്ചു വെച്ച ഏലക്കാപ്പൊടി ഇടണം. ഏലക്കാപ്പൊടിയും ആ കൂട്ടത്തിൽ ഒരു സ്പൂൺ നെയ്യും കൂടെ ചേർക്കണം. ചേർത്ത് നന്നായിട്ട് ഇളക്കി ഒന്ന് ആ പാനിൽ നിന്നും വിട്ട് വരുന്ന രീതി അത്രേ ആകാവുള്ളൂ. ഒത്തിരി ആകരുത്. ആയിക്കഴിഞ്ഞാൽ അത് കട്ടയായി പോകും. അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ആ ഒന്ന് വിട്ട് വരുന്ന ആ രീതി ആകുമ്പോഴത്തേക്കും സ്റ്റൗ ഓഫ് ചെയ്ത് നമുക്കത് ചെറിയ തീയിൽ തന്നെ, ചെറിയ ചൂടിൽ തന്നെ നമുക്ക് ചെറിയ ഉരുളയാക്കി എടുക്കാം.
നല്ല സ്വാദിഷ്ടമായിട്ടുള്ള എള്ളുണ്ട നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാം.